ലാൽ സലാം പ്രിയ സഖാക്കളെ, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചെയ്യണമെന്ന് കരുതിയിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അന്ന് ചെയ്യാതിരുന്നത് നല്ലതാണെന്ന് തോന്നി. ഇന്നാണ് ആ വീഡിയോ ചെയ്യാൻ സന്ദർഭമെന്നും തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഇന്നൊരു വാർത്ത നമ്മൾ കേട്ടു, ഒരു വീഡിയോ നമ്മൾ കണ്ടു. കോഴിക്കോട് താമരശ്ശേരിയിലെ മുസ്ലിം പള്ളിയിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘി അവിടെ കയറി തെറി വിളിക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്ത ഒരു വീഡിയോ. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇതാണ് പള്ളി കയറി ജയ് ശ്രീറാം വിളിക്കുന്ന പറഞ്ഞാൽ വിളിക്കും. ജയ് ശ്രീറാം. ഒരുപക്ഷെ ആ വാർത്ത മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ഇഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ മലയാളിക്കും അതൊരു വേദന തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തിന് വേദനിക്കണം? ആർക്കു വേണ്ടി വേദനിക്കണം? എന്തിന് പ്രതികരിക്കണം? ആർക്കു വേണ്ടി പ്രതികരിക്കണം? ഇസ്ലാം സമുദായത്തിന് വേണ്ടിയിട്ടോ? നന്ദിയില്ലാത്ത, തലച്ചോറ് പണയം വെച്ച ഒരു വിഭാഗമായി കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ മാറിപ്പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2019 18 എംപിമാരെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടും കേരളത്തിന് വേണ്ടി ഒരക്ഷരം പോലും ശബ്ദിക്കാതിരുന്നിട്ടും വീണ്ടും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അവരെ തിരഞ്ഞെടുത്തത്. ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു തരാം. 450 വർഷക്കാലം ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥന നടത്താൻ അവസരമൊരുക്കിയ ബാബർ മസ്ജിദ് പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിയുന്ന സമയത്ത് പള്ളി പൊളിച്ചതിൽ ഒരു മുസ്ലിമിനും വിഷമമില്ല എന്ന് പറഞ്ഞ പാണക്കാട്ട് തറവാട്ടിലെ കാരണവരുടെ വാക്കും കേട്ടിട്ട് അവർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് വീണ്ടും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിച്ചെടുത്തുവെങ്കിൽ ആർക്കാണ് ഇവിടെ പള്ളി പൊളിച്ചതിൽ വിഷമം? വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായിട്ട് ഒരു അന്തർധാര ഉണ്ടാകുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ കെ സുധാകരൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പരസ്യമായിട്ട് സപ്പോർട്ട് കൊടുത്ത സുഡാപ്പികൾ ജയിച്ചപ്പോൾ ആ സുധാകരന് പോയി ഹസ്തദാനം കൊടുത്ത് അഭിനന്ദിച്ച സുഡാപ്പികൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ വാക്കും കേട്ട് കോൺഗ്രസിന് വോട്ട് കൊടുത്ത ഇസ്ലാം മത വിശ്വാസികൾ മണ്ടന്മാരാണെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരുമെന്ന അവസ്ഥയാണ് കേരളത്തിനകത്തുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ മുൻപന്തിയിൽ അതിന് തടസ്സം നിൽക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. പക്ഷേ അതിലൊന്നും ഇടപെടാതെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിൽ പോയി സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന പണി UDF നല്ലതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവേണ്ടതും ഇല്ലാതാക്കേണ്ടതും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് സുഡാപ്പികളായിക്കൊള്ളട്ടെ, മൂരികളായിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ആയിക്കൊള്ളട്ടെ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിടത്ത് വർഗീയത വളരില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞാൽ അവിടെ വർഗീയത വളരും, മനുഷ്യർ തമ്മി തല്ലിച്ചാകും. ഇതുണ്ടാവണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഈ പറയുന്ന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ സുഡാപ്പികളും ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ മാപ്രാകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നോക്കുമ്പോൾ തലച്ചോറ് നായ നക്കിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കി ഈ സംഘപരിവാറിൻ്റെ ചിലവിൽ കഴിയുന്ന കോൺഗ്രസിനെ വിജയിപ്പിച്ച, UDFനെ വിജയിപ്പിച്ച, സുഡാപ്പികളുടെ വാക്കുകൾ വിശ്വസിച്ച, പള്ളി പൊളിച്ചതിൽ വിഷമമില്ല എന്ന് പറഞ്ഞവൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുത്ത ഈ സമുദായത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് പ്രതിഷേധിക്കുന്നത്, പ്രതികരിക്കുന്നത്? ഒന്നുകൂടി ഞാൻ പറയാം. UPയിലും ഉത്തരേന്ത്യയിലും ഗുജറാത്തിലും നടക്കുന്നത് പോലെ മഫ്തയിട്ട് പോകുന്ന പെൺകുട്ടിയെ, ഫർദയിട്ട് പോകുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന സംഘപരിവാർ, ബീഫ് കയ്യിൽ വെച്ചെന്ന് ആരോപിച്ചെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന സംഘപരിവാർ കേരളത്തിലും വളരാൻ ഇവർ തന്നെ അവസരമൊരുക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയല്ലാതെ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ വാക്കുകൾ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതെനിക്ക് വിഷയമല്ല. കാരണം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടതുപോലെ പറഞ്ഞില്ല എങ്കിൽ പിന്നെ സഖാവെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലാൽ സലാം പ്രിയ സഖാക്കളെ.